ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷഹനാസ് മാജിക്സ്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോയിട്ടുള്ളത്, നമ്മൾ മുമ്പ് പോയിട്ടുണ്ടായിരുന്നില്ലേ അൽസാഹിയ പാർക്ക്, അവിടേക്കാണ് കേട്ടോ. അപ്പോൾ എവിടേക്ക് പുറത്തേക്ക് പോകുന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് എന്നാൽ പാർക്കിൽ പോകാൻ, കുട്ടികൾക്ക് കുറച്ച് കളിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടേക്ക് വന്നു കേട്ടോ. ഇവിടെ നല്ല തിരക്കായിരുന്നു, ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ, എല്ലാവരും നല്ല കളിയിലാണ്. ഇവിടെ ഈ വെള്ളത്തിൽ പിന്നെ നമ്മൾ വേറെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരതിൽ കളിപ്പിക്കുക. പക്ഷേ ഇവരെയാണ് എന്തായാലും തലയൊക്കെ നനഞ്ഞാൽ ജലദോഷവും ഇതൊന്നും വരണ്ട വിചാരിച്ചിട്ട് ഞാൻ എന്തായാലും അവരെ ഇറക്കിയതുമില്ല. പിന്നെ അവർക്ക് അങ്ങനെ കളറിൽ ഇങ്ങനെ വെള്ളം വരുന്നത് കുറച്ചൊരു പേടിയുണ്ട് കേട്ടോ. കുറച്ചുകൂടി കഴിഞ്ഞാൽ ആ പേടിയൊക്കെ വിടും. അത് കഴിഞ്ഞ് പിന്നെ അവർക്ക് ഇതാ കളിക്കാനായിട്ടുള്ളൊരു ഏരിയ ഉണ്ട്. ഇത് വലിയൊരു പാർക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ കൊണ്ടുവന്ന് കുറച്ച് നേരമൊക്കെ കളിച്ചു, ഓടി നടക്കുമായിരുന്നു. പിന്നെ ഇവിടെ ഇതാ സ്കേറ്റിങ്ങിൻ്റെ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ APTയിൽ സോങ്ങൊക്കെ ഇല്ലേ, ആപ്പച്ച അതൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി വൈബായിരുന്നു കേട്ടോ. അവിടെ ഞങ്ങൾ സോങ് കേട്ടിട്ട് ആ സൈഡിലേക്ക് പോയത് തന്നെ. അപ്പോൾ അവിടെ അവർ അതിൻ്റെ എന്തൊക്കെ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്തോ ഒരു മത്സരമാണ് തോന്നുന്നു. ഇത് ഉണ്ടോ, നമ്മളെ നാട്ടിലെ ഓട്ടോ തിരിച്ചിട്ട പോലെ ഉണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ ഓട്ടോക്ക് മുന്നിലൊരു ടയറും ബാക്കിൽ 2 ടയറും അല്ലേ, ഇതിൻ്റെ ബാക്കിലൊരു ടയറും. പക്ഷെ ഇത് ഏതോ വില കൂടിയ കാറാണ് കേട്ടോ. കാറ് പ്രേമികളൊക്കെ കാണുകയാണെങ്കിൽ ഇന്നെ ചീത്ത വിളിക്കേണ്ട. പിന്നെ നമ്മൾ അതിൻ്റെ കുറച്ച് അതിൻ്റെ ഉള്ളിൽ തന്നെ വേറെ കുട്ടികൾക്ക് കളിക്കാൻ വേറൊരു സ്പേസ് കൂടി ഉണ്ട്. അപ്പോൾ അവിടെ കുറച്ച് തിരക്ക് കുറവാകുന്നുണ്ട്. ഞങ്ങൾ ആ ഏരിയയിലേക്ക് പോയിട്ടോ. ഇപ്പോൾ തണുപ്പും കൂടി ആയി തുടങ്ങിയപ്പോൾ ഇപ്പോൾ എല്ലാവരും പുറത്തിറങ്ങുന്നുണ്ട്. അപ്പോൾ പാർക്കൊക്കെ ഫുള്ള് തിരക്കായിരുന്നു. അപ്പോൾ ആമി ഇതാ നമ്മുടെ ബനാന ചിപ്സും കുറച്ച് മുന്തിരിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് തിന്നുന്ന പണിയാണ്. അങ്ങനെയുള്ള ബേക്കറി ഐറ്റംസൊക്കെ ആൾക്കാർക്ക്, മക്കൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ കഴിക്കാൻ. അല്ലാതെ ഹെൽത്തി ഫുഡ് കഴിക്കാനാണ് അവർക്ക് കുറച്ചൊരു മടിയുള്ളത്. അപ്പോൾ ആ ഏരിയയിലും കുറേ നേരം നിന്ന് കളിച്ചു. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇവിടെ വന്നപ്പോൾ അവർക്ക് ഇതിലൊക്കെ കയറി കളിക്കാനൊക്കെ കുറച്ചൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ, ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ പക്ഷേ അവർക്ക് ഇങ്ങനത്തെ പേടിയും കാര്യങ്ങളൊന്നുമില്ല, നല്ല ഉഷാറായിട്ട് കളിക്കുന്നുണ്ട്. പിന്നെ ആച്ചും കൂടി ഉള്ളതുകൊണ്ടാണ് തോന്നുന്നു. പക്ഷെ അവർക്ക് ഇപ്പോഴും ഈ ഊഞ്ഞാൽ നല്ല പേടിയാണ് കേട്ടോ. അത് അവർ തൊട്ടിലിൽ തീരെ അധികമൊന്നും കിടന്നിട്ടില്ല, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. ഊഞ്ഞാൽ നല്ല പേടിയുണ്ടായിരുന്നു. പിന്നെ അവിടെ കിടന്ന് വികൃതി കളിക്കുക തന്നെ പണി, ഓടി നടക്കുക, ചാടി നടക്കുക, അതൊക്കെ തന്നെയായിരുന്നു പണി. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്കിനി ഇവിടുന്ന് സ്ഥലം കാലിയാക്കാമെന്ന് പറഞ്ഞു. മക്കൾക്കൊന്നും ഇവർക്ക് നല്ല ഏത് മക്കൾക്കായാലും അവിടുന്ന് പോരാൻ തീരെ ഇഷ്ടമില്ല കേട്ടോ. എല്ലാവരും കരഞ്ഞിട്ടാണ് വീട്ടിലേക്ക് പിടിച്ച് വലിച്ച് കൊണ്ടുപോവുക ചെയ്യുന്നുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നമ്മളിതാ അവിടുന്ന് പോകുന്നു. അപ്പോൾ ഇത് പിന്നെ ഇങ്ങനെ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് കയറാൻ പറ്റിയ ഒരു ഏരിയ കേട്ടോ. അപ്പോൾ അത് ഇവരെ പോലെയല്ല, കുറച്ചും കൂടി വലിയ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഏരിയയാണ്, അതിൽ കളിക്കാൻ അറിയണം. അപ്പോൾ അതിലൊന്നും എന്തായാലും ഇപ്പോൾ കയറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ കുറച്ചൊക്കെ വലുതായി കഴിഞ്ഞാൽ എന്താ കഥ എന്നൊന്നും അറിയില്ല. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ എന്താ ഫുഡ് കഴിക്കുക, അൽബയ്ക്ക് പോകണോ അല്ലെങ്കിൽ നെയ്ച്ചോറ് കഴിക്കണോ എന്നൊക്കെ പറഞ്ഞ് അവസാനം ഞങ്ങൾ ബിരിയാണി കടയിലാട്ടോ എത്തിയത്. അപ്പോൾ നെയ്ച്ചോറ് പരിണമിച്ച് ബിരിയാണി ആയതാണ്. അങ്ങനെ ബിരിയാണി കടയിലെത്തി മക്കൾ നല്ല അലമ്പായിരുന്നു, ഭൂലോക അലമ്പ്. അവിടുന്ന് എനിക്ക് വല്ലാതൊന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് ഒരു ഗ്ലാസ്സൊക്കെ പൊട്ടിച്ചു, വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അവർ പേപ്പർ ഗ്ലാസ് വെച്ച് തരാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ ബിരിയാണി ഒന്നും വന്നതിന് ശേഷം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എങ്ങനെയൊക്കെ അവരെയും കൊണ്ട് തീറ്റിച്ച് ഞാനൊന്നാകെ ചോറിൽ ആകെ കുളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോഴേക്കും ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വേഗം വീട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.